നമ്മൾ മൂന്നാമത്തെ യോഗനാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പല ആൻറ്റിമാരും ക്ലാസ് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. അപ്പം ഞാൻ ചിന്തിച്ച രീതിയിൽ നിങ്ങൾക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഏറ്റവും ചെറിയ ഒരു അധ്യായമാണ്, 14 വാക്യങ്ങളുള്ള ഒരു 15 വാക്യങ്ങളുള്ള ഒരു അധ്യായമാണ് 3 യോഹന്നാൻ. ഈ ഗ്രീക്ക് ഇത് എഴുതി നോക്കുമ്പോൾ ഈ 2 യോഹന്നാനിലുള്ളത് 245 വേർഡ്സാണ്, വാക്കുകളാണ് ഇതിലുള്ളത്. 3-ാം യോഹന്നാനിൽ നോക്കുമ്പോൾ 219 വേർഡ്സാണ്. അപ്പോൾ ഏറ്റവും ചെറിയൊരു അതായത് ലേഖനമാണ് ഈ 3 യോഹന്നാനെന്ന് പറയുന്നത്. ഇതിൽ നമ്മളിന്ന് രാവിലെ മെസ്സേജ് കേട്ടു അല്ലേ, പിശാചിന് ഇടം കൊടുക്കരുത്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച്, മീൻസ് ദൈവത്തിന് ആണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അവൻ്റെ ഹിതമാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഉണ്ട്. ഇതിൽ യോഹന്നാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പദമാണ് സത്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സത്യത്തെക്കുറിച്ച് ആവർത്തിച്ച് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ സത്യത്തിൻ്റെ ഓപ്പോസിറ്റാണ് ബോഷ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ബോഷ്ക് പറയുന്നവൻ പിശാചിൽ നിന്നാൽ വന്നവനാണ് നമുക്കറിയാം. അപ്പോൾ ഞാനിതിൽ പഠിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഇതെന്ന് പറയുന്നത്, ദൈവസഭയിൽ സത്യത്തിന് ഇടം കൊടുക്കുന്നവരും പിശാചിന് ഇടം കൊടുക്കുന്നവരും. നമുക്കറിയാം 3 വ്യക്തികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 2 പേര് സത്യത്തിന് ഇടം കൊടുത്തുകൊണ്ട് ജീവിച്ച 2 പേരുണ്ട്. ഒരാൾ അതായത് പിശാചിന് ഇടം കൊടുത്തുകൊണ്ട് ജീവിച്ച ഒരാളെയും കുറിച്ച് ഇവിടെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ സത്യത്തിന് ഇടം കൊടുക്കുന്നതെന്ന് പറയുന്നത്? നമുക്കറിയാം, കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. അപ്പം നമുക്കറിയാം യോഹന്നാൻ 17:17 യുവർ വേർഡ് ഇസ് ട്രൂത്ത്, നിൻ്റെ വചനം സത്യമാണെന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിനും കർത്താവിൻ്റെ വചനത്തിനും ഇടം കൊടുക്കുന്നവരാണ് സത്യത്തിന് ഇടം കൊടുക്കുന്നവരെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സത്യത്തിന് ഇടം കൊടുക്കുന്ന 2 വ്യക്തികളെ ഈ 3 യോഹന്നാനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് ഗായൂസും പിന്നെ ഡെമിട്രിയസും. അപ്പോൾ ഈ 2 വ്യക്തികളിൽ നിന്ന് നമുക്ക് കുറച്ച് പ്രത്യേകതകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് സത്യത്തിന് ഇടം കൊടുത്ത് ജീവിച്ച 2 വ്യക്തികളുടെ അവരുടെ പ്രത്യേകതകൾ, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഒന്നാമത്, ഇവർ ബാലൻസ്ഡ് മാൻ ആയിരുന്നു. ബാലൻസ്ഡ് മാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതായത് നമ്മൾ 4-ാമത്തെ വാക്യത്തിൽ 3-ാമത്തെ വാക്യത്തിൽ സത്യത്തിൽ നടക്കുന്നു, പിന്നെ 4-ാമത്തെ സത്യത്തിൽ നടക്കുന്നു എന്ന് നമുക്ക് വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾക്കറിയാം, വാക്യത്തിൽ നമ്മൾ അതായത് നിങ്ങളുടെ ഭാരം യഹോവയിൽ ഇട്ടുകൊള്ളുക, അവൻ നമ്മൾ പുലർത്തുന്നുണ്ട്. ഈ വാക്യം നമുക്കറിയാം. പക്ഷെ നമുക്കൊരു ഭാരം കഷ്ടങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ പ്രോമിസ് നമ്മൾ ആശ്രയിക്കാതെ നമ്മൾ ഇത് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളവർ കാണുമ്പോൾ ഇത്രയും വചനങ്ങളൊക്കെ അറിയുന്നതാണ് ഇങ്ങനെ ഈ രീതിയിൽ. പക്ഷെ ശരിക്കും നമ്മൾക്ക് പ്രയാസങ്ങൾ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഈ വചനത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ സന്തോഷത്തോടെ ആയിരിക്കുമ്പോൾ അത് മറ്റുള്ളവർ കാണും അല്ലേ. അപ്പോൾ നമ്മളെക്കുറിച്ചൊരു സാക്ഷ്യം പറയും. അതാണ് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗായൂസിന് എന്താ പറയുക, സത്യം അറിയാം, വചനം അറിയാം. അത് വചനം അറിഞ്ഞ് അത് അവൻ പ്രവർത്തിക്കുന്നത് മറ്റവർ അത് കാണുന്നുണ്ട്, അതിനെക്കുറിച്ച് സാക്ഷീകരിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ബാലൻസ്ഡ് മാനെ കുറിച്ച് നമ്മളിവിടെ പഠിക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മളവിടെ വായിക്കുന്നത് 5-ാം വാക്യത്തിൽ വിശ്വസ്തത കാണിക്കുന്നു. അപ്പോൾ രണ്ടാമത്തുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഫെയ്ത്ത്ഫുൾ മാനാണ്. അവിടെ ഇംഗ്ലീഷിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, യു ആർ ആക്ടിങ് ഫെയ്ത്ത്ഫുള്ളി ഇൻ വാട്ട് എവർ യു അക്കംപ്ലിഷ് ഫോർ ദി ബ്രദർ. അതായത് എന്ത് കാര്യം ഏൽപ്പിച്ചാലും അത് വിശ്വസ്തയോടെ ചെയ്യുന്ന ഒരു ആളാണ്. അപ്പോൾ സത്യത്തിന് ഇടം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി താൻ ചെയ്യുന്ന പ്രവൃത്തി, എന്ത് ശുശ്രൂഷ എന്താ ഏൽപ്പിച്ചാലും അത് വിശ്വസ്തയോടെ ചെയ്യുന്ന ഒരു ഇത് നമുക്കിവിടെ ഗായൂസിനിൽ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞ് ചിന്തിക്കാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. പിന്നെ 3-ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, 5 തൊട്ട് 8 വരെ വായിക്കുമ്പോൾ
ഹോസ്പിറ്റാലിറ്റി, അത് കഴിഞ്ഞ ആഴ്ച എമിലി ആൻറ്റിയും മോളി ആൻറ്റിയൊക്കെ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നു. ഹോസ്പിറ്റാലിറ്റി, അതിഥി സൽക്കാരത്തെ കുറിച്ച് നമ്മൾക്ക് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ പോലത്തെ ഹോട്ടലും അങ്ങനത്തെ ഇതൊന്നും സൗകര്യമൊന്നും ആ കാലത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരാളെ വീട്ടിൽ കൊണ്ടുവന്ന് അവരെ ശുശ്രൂഷിക്കുന്നത് പറയുന്നത് നമുക്കറിയാം ചിലവ് കൂടിയ ഒരു കാര്യമാണ്. പക്ഷേ ആ ചിലവൊന്നും ഓർക്കാതെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു ഗായൂസിനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എ ബിഗ് ഹാർട്ടഡ് മാൻ എന്ന് പറഞ്ഞാൽ വിശാല ഹൃദയമുള്ള ഒരു മനുഷ്യനാണ് ഗായൂസ്. അപ്പോൾ സത്യത്തിന് ഇടം കൊടുക്കുന്ന ഒരു ആളുടെ ഒരു പ്രത്യേകതയാണ് ബിഗ് ഹാർട്ടഡ് മാൻ, വിശാലത മനസ്സുള്ള ഹൃദയമുള്ള ഒരു മനുഷ്യൻ. അത് നമുക്ക് എക്സാമ്പിൾ ഹോസ്പിറ്റാലിറ്റിയാണ് ഉദാഹരണം. നാലാമതായിട്ട് നമ്മൾ കാണുന്നത് 12, 13, 11, 12 വാക്യങ്ങളാണ് നമ്മൾ അവിടെ കാണുന്നത്. ഡെമത്രിയോസിനെ കുറിച്ചാണ് കാണുന്നത്. ഡെമത്രിയോസ് ഹാസ് റിസീവ്ഡ് എ ഗുഡ് ടെസ്റ്റിമണി ഫ്രം എവ്രി വൺ. അതായത് ഒരു റെപ്യൂട്ടബിൾ മാൻ ആണ്, നല്ല സാക്ഷ്യം ലഭിച്ച ഒരു ആളാണ്. അതായത് നമ്മുടെ ബൈബിളിൽ നമ്മൾ ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ കുറ്റം ചുമത്താൻ കഴിയാത്ത ഒരു മനുഷ്യനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമുക്ക് മറ്റൊരു നമ്മളെ കുറ്റം പറയുന്ന പ്രകൃതിയിലാണ് നമ്മളായിരിക്കുന്നത്, അല്ലെങ്കിൽ കുറ്റം പറയാതെ രീതിയിൽ നല്ല മനസ്സാക്ഷിയോടുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ 1:2 നമ്മൾ വായിക്കുന്നു, പ്രിയനെ നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ. അപ്പോൾ ഒരു സ്പിരിച്വലി ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. തൻ്റെ അകത്തെ മനുഷ്യൻ ശക്തി, അതായത് ആരോഗ്യമുള്ള ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയുള്ളതാണോ, ആരോഗ്യമുള്ളതാണോ? ആരോഗ്യമില്ലെങ്കിൽ നമ്മൾ ക്ഷീണിച്ചു പോകും, സത്യത്തിന് ഇടം കൊടുക്കാത്തവരാണെന്ന് നമ്മൾ രാവിലെ കേട്ടതുപോലെ. നമ്മുടെ ഇന്ന് അകത്തെ മനുഷ്യൻ ശക്തി ഇല്ലെങ്കിൽ നമുക്ക് പിശാചിന് ഇടം കൊടുത്താൽ നമുക്ക് വീഴ്ച, നമ്മുടെ അകത്തെ മനുഷ്യൻ ഒരിക്കലും ശക്തിപ്പെടില്ല. അപ്പോൾ സത്യത്തിന് ഇടം കൊടുക്കുന്ന മനുഷ്യൻ്റെ അകത്തെ മനുഷ്യൻ എന്തായിരിക്കും? ശക്തിയുള്ളതായി ഇരിക്കും. അപ്പോൾ 5 പ്രത്യേകതകളാണ് നമ്മൾ കണ്ടത്. ഒന്ന് ബാലൻസ്ഡ് മാനാണ്, രണ്ടാമത് ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള മാനാണ്, പിന്നെ ബിഗ് ഹാർട്ടഡ് മാനാണ്, നാലാമത് റെപ്യൂട്ടബിൾ മാൻ, നല്ല സാക്ഷ്യം ഉള്ള ഒരു മനുഷ്യനായിരുന്നു, അഞ്ചാമത് സ്പിരിച്വലി ഹെൽത്തി മാൻ, ആത്മീയമായിട്ട് ആരോഗ്യമുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നാണ്. അപ്പോൾ ഇത് നമ്മൾ സത്യത്തിന് ഇടം കൊടുക്കുന്നവരുടെ പ്രത്യേകതകളാണ് നമ്മൾ കണ്ടത്. ഇനി സത്യത്തിന് ഇടം കൊടുക്കാത്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അതാണ് തിയോത്രോഫസ്. അപ്പോൾ തിയോത്രോഫസിൻ്റെ ഇത് നമ്മൾ വായിക്കുമ്പോൾ 9 തൊട്ട് 9, 10 അധ്യായത്തിലാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ആള് സഭയിൽ, അതായത് അതിന് മനസ്സുള്ളവരെ വിരോധിക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ഭിന്നത ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനാണ്, എ ഡിവിസീവ് മാനാണ്. അതായത് തനിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ പുറത്താക്കുക, അതൊരു ഭിന്നത വരുത്തുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഭിന്നത ഉണ്ടാക്കുന്ന, അപ്പോൾ പിശാചിന് ഇടകൊടുക്കുന്ന ആളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ രണ്ടാമതായിട്ട് കാണുന്നത്. ഒന്ന് ഭിന്നത ഉണ്ടാക്കുന്നവൻ. രണ്ടാമത് നമ്മളവിടെ വായിക്കുന്നു 9 നമ്മൾ വായിക്കുന്നു, സഭയ്ക്ക് ഞാൻ ഒന്ന് എഴുതുന്നു, എങ്കിലും അവന് പ്രധാനിയാകുന്നു. പ്രധാനി എന്ന് പറഞ്ഞാൽ എല്ലാവരിൽ നിന്നും എനിക്കൊരു സ്ഥാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവനാണ്. അപ്പോൾ പ്രധാനിയാകുന്നത് സ്വയം ഇഷ്ടമുള്ള മനുഷ്യൻ, അല്ലെങ്കിൽ മുൻസ്ഥാനത്ത് എപ്പോഴും ഞാനാണ് ഇങ്ങനെ കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. എ സെൽഫ് വിൽഡ് മാനാണ്. ഇത് പിശാചിന് ഇടം കൊടുക്കുന്നവരിൽ കാണപ്പെടുന്ന പ്രത്യേകതയാണ്. പിന്നെ അടുത്തതായിട്ട് അവിടെ 9 തന്നെ നമ്മൾ വായിക്കുന്നു, ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. ഞങ്ങളെന്ന് പറയുമ്പോൾ യോഗനാനിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പറയുന്നത്. നമുക്കറിയാം മൂപ്പനാണ്. അപ്പോൾ എന്താ പറയുക, ഒരു റെബലിയസ് സ്പിരിച്വൽ അതോറിറ്റിന് റെബലായിട്ട് ചിന്തിക്കണം, അതായത് ആത്മീക അധികാരത്തിന് അവർക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയാണ് മൂന്നാമതായിട്ട് അവിടെ കാണുന്നത്. പിന്നെ നമ്മൾ 10ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അതുകൊണ്ട് ഞാൻ വന്നാൽ അവൻ ഞങ്ങളെ ദുർവാക്ക് പറഞ്ഞു. അപ്പോൾ ദുർവാക്ക് എന്ന് പറഞ്ഞാൽ അപവാദം പറയുന്ന, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്, സ്ലാൻഡറർ മാൻ. അപ്പോൾ അതും പിശാചിന് ഇടം കൊടുക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ്. 4ാമത് ആയിട്ട് അവിടെ വായിക്കുന്നു,
സഹോദരന്മാരെ കൈക്കൊള്ളാതിരിക്കുന്നത്. നമുക്കറിയാം ഗായൂസിനെ നമ്മൾ കണ്ടത് സഹോദരന്മാരെ കൈക്കൊള്ളുന്ന അവസ്ഥയാണ്. അപ്പോൾ അതിഥി സൽക്കാരം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇഷ്ടപ്പെടാത്ത ഒരു അൺഗ്രേഷ്യസ്, മറ്റേടത്ത് ഒരു ഗ്രേസ് ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ അൺഗ്രേഷ്യസ് മാനാണ് ഈ തിയോത്രഫസ് എന്ന് പറയുന്ന ആൾ. പിന്നെ ആറാമതായിട്ട് നമ്മൾ കാണുന്നത് അതിന് ഞാൻ സഹോദരന്മാരെ കൈക്കൊള്ളത് മാത്രമല്ല അതിന് മനസ്സുള്ളവരെ വിരോധിക്കുകയും സഭയിൽ നിന്നും പുറത്താക്കുകയും ചെയ്യുന്നു. ആൻഡ് അബ്യൂസർ ഓഫ് പവർ, അതായത് അധികാരം ദുരുപയോഗം ചെയ്യുന്ന ഒരു ആളായിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത്. അപ്പോൾ ഇത് 5 പ്രത്യേകതകളാണ് പിശാചിന് ഇടം കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് കാണപ്പെടുന്ന. ഈ അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ള: 1, ഭിന്നത ഉണ്ടാക്കുന്നവൻ. 2, സ്വയം ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്, അതായത് എ സെൽഫ് വിൽഡ് മാൻ. പിന്നെ റെബലിയസ് ടു സ്പിരിച്വൽ അതോറിറ്റി, അതായത് ആത്മീയ അധികാരികൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവൻ. പിന്നെ അടുത്തത് അപവാദം പറയുന്നവൻ, ആൻഡ് സ്ലാൻഡറർ മാൻ. പിന്നെ അൺഗ്രേഷ്യസ് മാൻ, അതായത് അതിഥി സൽക്കാരം, അതായത് സഹോദരന്മാരെ ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയായിട്ട്. ആൻഡ് അബ്യൂസർ ഓഫ്, അധികാരം ദുരുപയോഗം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇത് വായിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ളത്, നമുക്ക് സത്യത്തിന് ഇടം, ഇത് നമുക്ക് ചിലപ്പോൾ നമ്മൾ ഇതൊന്നും ചെയ്യണ ആൾക്കാരാവില്ല, പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ചിന്ത അത് തന്നെയാണ് നമുക്ക് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഞാനൊരു ബുക്ക് വായിച്ചപ്പോൾ അതിൽ ഒരു ഓഥർ പറഞ്ഞൊരു 10 കാര്യങ്ങളുണ്ട്. അതായത് ഇങ്ങനെ ഈ രീതിയിൽ മീൻസ് അതായത് ഇങ്ങനെ ഈ സത്യത്തിന് ഇടം കൊടുക്കാതെ പിശാചിന് ഇടം കൊടുക്കുന്ന, അതായത് ഇങ്ങനെ സഭയെ ഭിന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു 10 ആൾക്കാരെ ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് അതിനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഇംഗ്ലീഷ് ബുക്ക് വായിച്ചപ്പോൾ അത് ആ 10 എണ്ണം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ടോക്സ് ടു മച്ച്, ഡോമിനേറ്റിംഗ് എവറി കോൺവെർസേഷൻ, അതായത് വളരെയധികം സംസാരിക്കുന്ന ഒരാളായിരിക്കും. ഇപ്പോൾ 2 പേര് സംസാരിക്കുമ്പോൾ അവരെ സംസാരിക്കാൻ ഇടം കൊടുക്കാതെ ആൾ തന്നെ കയറി കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്, അതൊരു ലക്ഷണമാണ് അവിടെ ആൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്ത ലക്ഷണം ഹാസ് എ ക്രിട്ടിക്കൽ സ്പിരിറ്റ് ടുവേർഡ്സ് ദോസ് ഹു ഡിസഗ്രി വിത്ത് ഹിം, അതായത് തനിക്കെതിരായിട്ടുള്ളവരൊക്കെ വിമർശിക്കുന്ന ഒരു മനോഭാവമുള്ള ഒരാളായിരിക്കും ഒരു ലക്ഷണം. ഇതൊന്നും നമുക്കുള്ള അത് എല്ലാവർക്കുമുള്ള ലക്ഷണങ്ങളല്ല. ഇപ്പോൾ നമുക്കൊന്നും ഇതുണ്ടാവില്ല, പക്ഷെ നമ്മൾ ചിന്തിക്കുക, നമുക്ക് നമ്മുടെ ചിന്തയിൽ പോലും നമുക്കിങ്ങനെ ഈ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ ജസ്റ്റ് ചിന്തിക്കാനായിട്ടാണ്. എനിക്കിഷ്ടമായതുകൊണ്ട് ജസ്റ്റ് ഞാൻ നോട്ട് ചെയ്തതാണ്. ഓൾവേസ് ടേക്സ് സൈഡ്സ് ആൻഡ് കൗണ്ടിങ് നോസസ് ടു സീ ഹു ഹാസ് ദി പവർ, അതായത് എല്ലായ്പ്പോഴും പക്ഷം പിടിക്കുന്ന ഒരാളായിരിക്കും. പിന്നെ ആർക്കാണ് അധികാരമൊക്കെ കൊടുത്തതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവരൊക്കെ നോക്കുന്ന ഒരാളായിരിക്കും. പിന്നെ തിങ്സ് ഹി കുഡ് ഡു തിങ്സ് ബെറ്റർ ദാൻ ദോസ് ഹു കറൻ്റ്ലി ഇൻ ലീഡർഷിപ്പ്, അതായത് ഇപ്പോൾ ഉള്ള നേതൃത്വം, ഇപ്പോൾ എൽഡേഴ്സൊക്കെ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അതൊരു ഇങ്ങനെയാണോ, ഇതിനെക്കാട്ടിലും എനിക്ക് കൂടുതൽ അറിയാം എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കുന്ന, ഇവരെക്കാട്ടിൽ നന്നായിട്ടൊക്കെ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണെന്ന് പറയുന്ന ഒരു മനോഭാവം ഉണ്ടാവുന്ന അതാണ് ഒരു ലക്ഷണം. 5ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഹാസ് എ റെബലിയസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എ ലീഡർ ഹു വാസ് ഓവർ ഹിം, അതായത് അതായത് എൽഡേഴ്സ് അല്ലെങ്കിൽ തന്നെക്കാട്ടിലും മുതിർന്ന ആൾക്കാർ, നേതൃത്വത്തിലുള്ള ആൾക്കാരെ അതായത് വിമർശിക്കുന്ന ഒരു റെബലിയസ്, അതായത് അവരെ എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മനോഭാവം. ഫോക്കസസ് എക്സ്ക്ലൂസീവ്ലി ഓൺ ഹിസ് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, അതായത് അവരുടെ കുറച്ച് കൂട്ടുകാരന്മാരുണ്ട്, അവരെ മാത്രം ഫോക്കസ് ചെയ്യുക, അവർക്ക് മാത്രം കാര്യങ്ങൾ ചെയ്യുക, ബാക്കിയുള്ളവരെ ശ്രദ്ധിക്കാത്ത ഒരവസ്ഥയാണ് ഒരു ലക്ഷണം എന്ന് പറയുന്നത്. പിന്നെ ആർഗ്യൂസസ് എൻഡ്ലെസ്ലി ഓവർ മൈനർ ഡീറ്റെയിൽസ് ഓഫ് ദി ചർച്ച് ലൈഫ്, അതായത് ചെറിയൊരു നിസ്സാര ഒരു കാര്യങ്ങളായിരിക്കും, പക്ഷെ അതിന് പോലും വലിയ രീതിയിൽ ആർഗ്യൂ ചെയ്ത് വിമർശിക്കുന്ന ഒരു അവസ്ഥ. ടേക്സ് ഇറ്റ് പേഴ്സണലി വെൻ ദിയർ അഡ്വൈസ് ഇസ് നോട്ട് ഫോളോഡ്, അതായത് ഒരു കാര്യം പറയുമ്പോൾ ഇത് എന്നെ സൂചിപ്പിച്ച് പറയുന്നതാണെന്ന് പറയുന്നത്, അങ്ങനെ അതായത് എനിക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇപ്പോൾ എൽഡേഴ്സൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇത് എന്നെ സൂചിപ്പിച്ചിട്ടാണ് പറയുന്നത്, ആ രീതിയിൽ എടുക്കുന്ന ഒരു മനോഭാവം. ക്ലിങ്സ് ടു ദി പൊസിഷൻ ഓഫ് ദി അതോറിറ്റി അറ്റ് ഓൾ കോസ്റ്റ്,
അതായത് എന്ത് വില കൊടുത്തിട്ടും ആ സ്ഥാനത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുന്ന ഒരു മനോഭാവം. സീസ് ന്യൂ പീപ്പിൾ ആസ് എ ത്രെറ്റ് ടു ഹിസ് പവർ. അതായത് പുതിയ ആളുകൾ കയറി വരുമ്പോൾ അത് തനിക്കൊരു ഭീഷണിയാണെന്ന് കരുതുന്ന ഒരു അവസ്ഥ. ഇതാണ് 10 കാര്യങ്ങൾ ആ ബുക്കിൽ ഞാൻ വായിച്ചത്. ഇത് ചിലപ്പോൾ ഇതൊന്നും നമുക്ക് ഉണ്ടായെന്ന് വരില്ല, ഇതൊക്കെ ചിലപ്പോൾ, പക്ഷേ നമ്മുടെ ചിന്തയിൽ പോലും നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ, നമ്മളിന്ന് രാവിലെ കേട്ടതുപോലെ പിശാചിന് ഇടം കൊടുക്കുന്നതിന് ഈ രീതിയിൽ നമ്മൾ ചിന്ത വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇടം കൊടുത്ത് നമ്മൾ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയാൽ, നമ്മുടെ രാവിലെ ജോൺ കുര്യനങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു ആ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കാനായിട്ടാണ് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ ചിന്തിച്ചു: സത്യത്തിന് ഇടം കൊടുക്കുന്നവരും പിശാചിന് ഇടം കൊടുക്കുന്നവരും. സത്യത്തിന് ഇടം കൊടുക്കുന്ന 2 വ്യക്തികളെ കുറിച്ച് കണ്ടു, അവരുടെ പ്രത്യേകതകളെ കുറിച്ച് കണ്ടു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് കൂട്ടത്തിലാണ് നമ്മളെ തന്നെ ശോധന ചെയ്തുകൊണ്ട്, സത്യത്തിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ദൈവത്തിന് കൂടുതൽ മുൻസ്ഥാനം കൊടുത്തുകൊണ്ട് നമുക്ക് ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുവാനും, വിശാലമുള്ളൊരു ഹൃദയം ലഭിച്ച് നല്ലൊരു സാക്ഷി ഉള്ളൊരു ജീവിതം നയിക്കുവാനും, മറ്റവർ നമ്മളെക്കുറിച്ച് നല്ലൊരു സാക്ഷ്യം പറയുവാനും, അതേപോലെ നമ്മുടെ അകത്തെ മനുഷ്യൻ നല്ല രീതിയിൽ ശക്തിപ്പെട്ട് സഭയ്ക്കും നമ്മുടെ കുടുംബത്തിനും നമ്മളെവിടെ ആയിരുന്നാലും മറ്റുള്ളവർക്കൊരു പ്രയോജനമുള്ളൊരു ജീവിതം നയിപ്പാൻ ഈ ഗായൂസിനെ പോലെയും ഈ ദെമത്രിയോസിനെ പോലെയും മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായി തീരുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.